നമുക്കൊപ്പം തുടരുന്നുണ്ട്. മധുവേട്ട, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയ ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രം, അത് ഇക്ഷ്വാകു വംശത്തിൻ്റെ കുലദേവതാ ക്ഷേത്രം എന്നറിയപ്പെടുന്നു എന്ന് പറയുന്നു. സംവത്സരങ്ങളുടെ പൗരാണികമായ ചരിത്രം പേർന്ന ക്ഷേത്രം. പിന്നീട് അദ്ദേഹം രാമേശ്വരത്തെത്തുന്നു. അങ്ങനെ രാമനുമായി ഏറ്റവും പരിപാവനമായ രീതിയിൽ കണക്ട് ചെയ്യപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തിയും അവിടുത്തെ തീർത്ഥങ്ങൾ കൊണ്ടുമാണ് പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നത്. അതൊരു വലിയൊരു കണക്റ്റ് ഈ ഉത്തരഭാരതവും ദക്ഷിണഭാരതവും തമ്മിൽ രാമൻ എങ്ങനെ അതിനെ ബന്ധിപ്പിക്കുന്നു, അതിൻ്റെ ഒരു പുനരാവിഷ്കാരം കൂടി ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുൻപായോ അതിനോടൊപ്പമോ നടക്കുന്നുണ്ടല്ലോ. മധുവേട്ട, തീർച്ചയായിട്ടും ആ വിധത്തിൽ ഇപ്പോൾ പഞ്ചവടിയിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. തെന്നിന്ത്യയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് പഞ്ചവടിയിൽ നിന്നാണ് രാമായണത്തിൽ. അത് ഇപ്പോഴത്തെ നാസിക്കിലുള്ള ഒരു മേഖലയാണ്. അതാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സന്ദർശിച്ച കാലാറാം ക്ഷേത്രമുള്ളത് അവിടെയാണ്. ഈ കാലാറാം ക്ഷേത്രത്തിൽ നിന്ന് അതിങ്ങോട്ട് വരുമ്പോൾ അത് രാമൻ്റെ സ്വഭാവം മാറുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ രാമൻ സീതാന്വേഷണത്തിലാണ്, ക്ഷുഭിതനാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ കടലിലേക്ക് വില്ല് കുലച്ച് നിൽക്കുന്ന രാമൻ്റെ ക്ഷേത്രങ്ങൾ പലയിടത്തും കാണുന്നത്. അത് ഇപ്പോൾ അയോധ്യയിൽ പ്രതിഷ്ഠ നടത്താൻ പോകുന്ന ആ രാമനുണ്ണിയുടെ ക്ഷേത്രം അല്ല. അതിനപ്പുറത്ത് മറ്റൊരു ഭാവത്തിലാണ് ഇവിടെ ആരാധിക്കുന്നത്. ഒരു കൗതുകരമായൊരു കഥ കൂടിയുണ്ട് ദിവിഷേ. വരുണനോട് രാമൻ വില്ല് കുലച്ച് നിൽക്കുമ്പോൾ വരുണൻ പോയിട്ട് പറയുന്നുണ്ട് അമ്പയ്യരുത് എന്ന് പറയുമ്പോഴാണ് രാമൻ്റെ പേരെഴുതിയ ശില കടലിലിട്ടാൽ അതിലേക്ക് കടക്കാം, ലങ്കയിലെത്താം, അത് താഴില്ല എന്ന് പറയുമ്പോൾ അത് മറ്റൊരു കാര്യമുണ്ട്. ഒരു ഹിന്ദു മതവിശ്വാസ പ്രകാരം കടൽ കടക്കരുത് എന്നൊരു സങ്കല്പമുണ്ട്. രാമനാണ് പാലമിട്ടുകൊണ്ട് കടൽ കടക്കുന്ന നേതാവ്, ഒരു രാജാവ്. ആ വിധത്തിൽ വരുന്നുണ്ട്. അത് അപ്പോൾ ആ അമ്പ് എവിടേക്കെങ്കിലും തൊടുക്കണമല്ലോ. അങ്ങനെ അത് തൊടുത്ത സ്ഥലമാണ് ഇപ്പോഴത്തെ താർ മരുഭൂമി ആയത് എന്ന വിധത്തിലുള്ള ഒരു കഥയുണ്ട്. ഈ പറഞ്ഞ വഴികളിലെല്ലാം കിഷ്കിന്ധാപുരി എന്ന് പറയുന്നത് ബാലിയുടെയും സുഗ്രീവൻ്റെയും ഒക്കെ കഥ പറയുന്ന കിഷ്കിന്ധാപുരി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഹംപിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ചെല്ലുമ്പോൾ ശാപം പേടിച്ച് ബാലിക്ക് കയറി ചെല്ലാനാവാതെ പോയ ബാലി കയറാമല അവിടെയുണ്ട്. സുഗ്രീവൻ്റെ ഒളിച്ചിരുന്ന ഗുഹ അതാണ് എന്ന് അവിടെയുള്ളവർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഇതിന് ഉടനീളം, രാജ്യത്തുടനീളം ഇത്തരത്തിലുള്ള ഈ തീർത്ഥാടനങ്ങളിലൂടെ കൈമാറി വന്ന വലിയൊരു അനുഭവ സമ്പത്തിൻ്റെയും ആരാധനാ സമ്പ്രദായത്തിൻ്റെയും ഈ ഇതിഹാസങ്ങളുടെ കഥകളുടെയും ഒക്കെ ആയിട്ടുള്ളൊരു സമാഹാരം കൂടിയാണ് ഇന്ത്യ എന്ന രാജ്യം. ആ വിധത്തിൽ അത് പലതായി പിരിഞ്ഞ് പല രാജ്യങ്ങളിലേക്ക് നാവികരാലും കാഥികരാലും ഒക്കെ പല രാജ്യങ്ങളിലേക്ക് പടർന്നതാണ് ഇപ്പോഴത്തെ ഈ കഥകളുടെ വൈപുല്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ ആ വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ അയോധ്യയിലുള്ളത്. അയോധ്യയിലെ ക്ഷേത്ര സമുച്ചയം വരുന്നത്, അതിൻ്റെ നവീകരണങ്ങൾ. 5800-ലധികം ക്ഷേത്രങ്ങളുണ്ടായിരുന്നു അയോധ്യയിൽ. പഴയ ആ ഗ്രാമമായിരുന്ന അയോധ്യയിൽ ഇടുങ്ങിയ അനൂപ് ദാസും ബാലുവും ഒക്കെ ഇപ്പോൾ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. കാരണം 4 വണ്ടികൾക്ക് പോകാവും 4 വരി പാതകളൊന്നും അവിടെ സങ്കല്പിക്കാൻ പറ്റുമായിരുന്നില്ല. 2 വരി പാതകൾ പോലും സങ്കല്പിക്കാൻ പറ്റുമായിരുന്നില്ല. ആ ഘട്ടത്തിൽ ഞാൻ അതാ പറഞ്ഞത്, 97-ൽ ഞാൻ പോയി കണ്ട ഒരു അയോധ്യയുണ്ട്. 2010-ലാണ് ഞാൻ അവസാന അയോധ്യയിൽ പോയത്. അതിനിടയിൽ ഇപ്പോൾ ഈ വർഷങ്ങളിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളും പുതിയ തുടക്കങ്ങളും അതിൻ്റെ തുടർച്ചകളും ഒക്കെ സംഭവിക്കുമ്പോൾ അയോധ്യ മറ്റൊരു വലിയ പിൽഗ്രിമേജ് സെൻ്ററായി മാറുകയാണ്. അത് ബാലരാമനാണ് അവിടെ എന്നുള്ളതും കോദണ്ഡരാമനല്ല എന്നുള്ളതും എന്തൊക്കെ പറഞ്ഞാലും മറ്റൊരു രമിപ്പിക്കുന്ന രാമൻ കാലത്തിൻ്റെ ആവശ്യമാവുന്ന ഒരു ഘട്ടത്തിലാണ് അയോധ്യ വരുന്നത് എന്നുള്ളതൊക്കെ ഒരുപാട് അർത്ഥങ്ങളുള്ളതാണെന്ന് തോന്നുന്നു. അവിടെ ഇന്ന് കാണുന്ന ഈ ഉത്സവ ഛായയും അത് സമാനമാണ്. വിശ്വാസികൾ കാത്തിരുന്ന ഒന്നിലേക്കാണ് ഇപ്പോൾ കടന്നെത്തുന്നത്. ഈ അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത് ദിവിഷ്. അല്ല മധുര, ഈ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായിട്ടാണ് ക്ഷേത്രങ്ങൾ നിൽക്കുന്നതെങ്കിലും അത് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ആ രീതിയിലുമൊക്കെ അവിടുത്തെ ജനസമൂഹത്തെ വലിയ തോതിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രമുഖ ദേശീയ മാധ്യമ പ്രവർത്തക പറഞ്ഞത്, വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 5 വർഷങ്ങൾക്കൊക്കെ മുമ്പ് വരെ കാശിയിൽ ചെന്നാൽ അവിടെ ആരതി കാണാൻ ഒരു 2000-ഓ 3000 പേരെയാണ് കാണുക. പക്ഷേ ഇന്ന് ചെല്ലുമ്പോൾ അത് 75,000-ഉം 80,000-ഉമായി മാറിയിരിക്കുന്നു. അത് യുവാക്കൾ എത്തുന്നു എന്നാണ്. അപ്പോൾ അത്രയും ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായും ആ സ്ഥലത്തെ അവിടുത്തെ പ്രദേശവാസികളുടെ ജീവിതം തന്നെയാണ് വലിയ തോതിൽ മാറ്റപ്പെടുന്നത്. അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ വരും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾക്കപ്പുറം അയോധ്യ രാജ്യത്തെ ഏറ്റവും
ഏറ്റവും തിരക്കേറിയ ഏറ്റവും വികസനങ്ങൾ നടക്കുന്ന ഒരു നഗരമായി തന്നെ മാറ്റപ്പെടും അല്ലേ? ഇന്ന് ഈ അയോധ്യയിൽ നടക്കുന്നതിന് സമാനമായ ചടങ്ങുകളാണ് 4 ദിവസം മുമ്പ് പുരിയിൽ നടന്നത്. പുരി പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ചെറിയ ക്ഷേത്രമതിലിന് തൊട്ട് തന്നെ റോഡ് എന്ന വിധത്തിലൊക്കെ ആയിരുന്നു. അതിനെ ഒരു 75 മീറ്റർ നീളത്തിലുള്ള വലിയൊരു കോറിഡോർ പ്രദക്ഷിണ വഴി വരുന്നു. അവിടെ ഒരുപക്ഷെ കലിംഗ രാജ്യത്തിൻ്റെ, ഒഡീഷയുടെ ഉൽക്കലത്തിൻ്റെ ആ ചരിത്രത്തിൽ ഇന്നോളം കേട്ടുകേൾവി മാത്രമുള്ളതിന് സമാനമായ വിധത്തിലുള്ള മറ്റൊരു ഉത്സവം അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ച ഇപ്പോഴും അവിടെ ഇന്നും അതിൻ്റെ തുടർച്ച അവിടെയുണ്ട്. അപ്പോൾ പലയിടത്തും ഇത് പുതിയ കാലഘട്ടത്തിൽ പുതിയ ടൂറിസം മാർഗങ്ങളൊക്കെ വരുമ്പോൾ ഇത് UP-യുടെ GDP എങ്ങനെ മെച്ചപ്പെടാൻ പോകുന്നു, അത് വരും വർഷങ്ങളിൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിന് സമാനമായ വിധത്തിൽ തന്നെയാണുള്ളത്. UP ടൂറിസം മാപ്പിൽ ഒരു ദേവഭൂമി എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിലേക്കുള്ള കടന്നെത്തുന്ന ഒരു വഴിക്കപ്പുറത്ത് എല്ലാ തലത്തിലുമുള്ള ഒട്ടനവധി സംസ്കാരങ്ങളുടെ സമ്മേളിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ തന്നെ. ഈ അയോധ്യ എന്ന് പറയുന്ന ഔധ് എന്ന് പറയുന്ന സ്ഥലം, അതുമായി ബന്ധപ്പെട്ട ഇവിടെയാണ് കാക്കോറി എന്ന് പറയുന്ന സാരികളുണ്ട്. അതിന് അപ്പുറത്തുള്ള ഒരുപാട് ഭക്ഷ്യ ടൂറിസത്തിന് സാധ്യതകളുണ്ട്. ഇന്ത്യയുടെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സൂക്ഷ്മമായി നിൽക്കുന്ന ഒരുപാട് സാംസ്കാരിക ധാരകളുടെയും ആഘോഷങ്ങളുടെയും കേന്ദ്രമാണ് UP. അതിലേക്കുള്ള ഒരു വഴി തുറക്കലാണെങ്കിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അത് ഒഡീഷയിലെ സംബാൽപൂർ തൊട്ട് കർണാടകത്തിലെ ബാഗൽകോട്ട് വരെയുള്ള ഒരുപാട് മേഖലകളെ ചേർത്ത് വയ്ക്കുന്ന പുതിയൊരു വരുമാന സ്രോതസ്സിന്റെ ഭാഗമായി